ഈ ജാഥ വളരെ അച്ചടക്കത്തോടു കൂടി എല്ലാ നിയമപരമായ കാര്യങ്ങളും പാലിച്ചുകൊണ്ട് തന്നെ ഈ ജാഥ കടന്നു പോകണം. നിങ്ങൾക്കറിയാം, നമ്മുടെ 2 മഹല്ലുകളിൽ നിന്നും പാർബിൽ പള്ളിയിൽ നിന്നുമൊക്കെ നമുക്ക് തന്ന നിർദ്ദേശപ്രകാരം അത്ര മാന്യതയോടുകൂടി അന്തസ്സോടുകൂടി നമ്മുടെ ഈ ലഹരിക്കെതിരെയുള്ള ഈ കൂട്ടായ്മയുടെ ഈ ബൈക്ക് റാലി കടന്നു പോകണമെന്നുള്ളത് കൊണ്ട് ജാഥ അംഗങ്ങൾ നിർബന്ധമായും അതിൻ്റെ അച്ചടക്കത്തോടു കൂടി മാത്രമേ ഈ ജാഥയിൽ പങ്കെടുക്കാവൂ എന്ന് നിർദ്ദേശിക്കുകയാണ്. വെടിയണം, തടയണം, ലഹരിയെ തുരത്തണം, പതഞ്ഞു പുകഞ്ഞു തീരും മക്കൾക്കെന്നും കാവലാകണം. പ്രിയമുള്ളവരെ, ലഹരിമുക്ത ഉതിരമ്പൊയിൽ എന്ന മുദ്രാവാക്യവുമായി ലഹരിക്കെതിരെ നാട്ടൊരുമ കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ഐതിഹാസികമായ ലഹരി വിരുദ്ധ സന്ദേശ ബൈക്ക് റാലിയാണ് ഈ വഴിത്താരയെ ധന്യമാക്കിക്കൊണ്ട് കടന്നു വരുന്നത്. ഉതിരമ്പൊയിൽ മേഖലയിലെ മതരാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക സന്നദ്ധ സംഘടനാ പ്രതിനിധികൾ ഒന്നിച്ചൊന്നായി അണിനിരന്ന് ലഹരിക്കെതിരെയുള്ള പട്ടികരുക്കവുമായി ലഹരി വിമുക്ത ഉതിരമ്പൊയിൽ എന്ന സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ലഹരിക്കെതിരെ നാട്ടൊരുമ കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ലഹരി വിരുദ്ധ സന്ദേശ ബൈക്ക് റാലിയാണ് ഈ വഴിത്താരയെ ധന്യമാക്കിക്കൊണ്ട് കടന്നു വരുന്നത്. ആശീർവദിക്കുക, ഈ ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ അണിനിരക്കുക. പ്രിയമുള്ളവരെ, ഭീകരമാംവിധം നമ്മുടെ സമൂഹത്തിൽ ലഹരി പിടിമുറുക്കുകയാണ്. ദിനംപ്രതി കോടിക്കണക്കിന് രൂപയുടെ ലഹരി വസ്തുക്കളാണ് പിടിച്ചുകൊണ്ടിരിക്കുന്നത്. പിടിക്കപ്പെടാതെ സമൂഹത്തിൽ വ്യാപിക്കുന്നത് ഇതിലും എത്രയോ വലുതാണ്. മാരകമായ ലഹരിക്കടിമയായി യുവതലമുറ നിത്യനാശത്തിലേക്ക് കൂപ്പുകുത്തുകയാണ്. ഇതിൽ നിന്നും നമ്മുടെ മക്കളെയും കുടുംബത്തെയും സംരക്ഷിക്കേണ്ട ബാധ്യത നമുക്കുണ്ട്. പ്രിയമുള്ളവരെ, അതിനായി നമുക്കൊന്നിച്ച് കൈകോർക്കാം. ലഹരിമുക്ത ഉതിരമ്പൊയിൽ എന്ന മുദ്രാവാക്യവുമായി ലഹരിക്കെതിരെ നാട്ടൊരുമ കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ഐതിഹാസികമായ ലഹരി വിരുദ്ധ സന്ദേശ ബൈക്ക് റാലിയാണ് ഈ വഴിത്താരയിലൂടെ ധന്യമാക്കിക്കൊണ്ട് കടന്നു വരുന്നത്. ആശീർവദിക്കുക, ഈ ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ അണിനിരക്കുക. പ്രിയമുള്ളവരെ, ലക്ഷ്യബോധം നഷ്ടമായ മക്കളെ കലാലയം എതിർക്കണം, തകർക്കണം, എതിർക്കണം, തകർക്കണം, ഒത്തുചേർന്ന് ലഹരിയെ തുരത്തിയെറിയണം. മാരകമായ ലഹരിക്കടിമയായി സ്വന്തം മാതാപിതാക്കളെയും കൂടെപ്പിറപ്പുകളെയും ഭാര്യയെയും മക്കളെയും വരെ നിഷ്ക്രൂരമായി കൊന്നൊടുക്കുന്ന വളരെ വേദനിപ്പിക്കുന്ന വാർത്തകളാണ് ദിനംപ്രതി നാം കണ്ടും കേട്ടും കൊണ്ടിരിക്കുന്നത്. ഇനി നമ്മുടെ നാടുകളിൽ സ്വന്തം ഉറ്റവരെ തന്നെ കൊന്നൊടുക്കിയ ഒരു അഫാനും യാസറും ആഷിക്കും അടങ്ങുന്ന ലഹരിക്കടിമയായി ഭ്രാന്ത് പിടിച്ചവർ പിറവിയെടുക്കരുത്. അതിന് നമുക്കൊന്നിച്ച് കൈകോർക്കാം. ലഹരിമുക്ത ഉതിരമ്പൊയിൽ എന്ന മുദ്രാവാക്യവുമായി ലഹരിക്കെതിരെ നാട്ടൊരുമ കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ലഹരി വിരുദ്ധ സന്ദേശ ബൈക്ക് റാലിയാണ് പിന്നിട്ട വഴിയോരങ്ങളെ ധന്യമാക്കിക്കൊണ്ട് ഈ വഴിത്താരയിലൂടെ കടന്നു വരുന്നത്. ആശീർവദിക്കുക, ഈ ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ അണിനിരക്കുക. പ്രിയമുള്ളവരെ, പ്രിയമുള്ളവരെ, ലഹരിമുക്ത ഉതിരമ്പൊയിൽ എന്ന മുദ്രാവാക്യവുമായി ലഹരിക്കെതിരെ നാട്ടൊരുമ കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ഐതിഹാസികമായ ലഹരി വിരുദ്ധ സന്ദേശ ബൈക്ക് റാലിയാണ് ഈ വഴിത്താരയെ ധന്യമാക്കിക്കൊണ്ട് കടന്നു വരുന്നത്. ഉതിരമ്പൊയിൽ മേഖലയിലെ മതരാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക സന്നദ്ധ സംഘടനാ പ്രതിനിധികൾ ഒന്നിച്ചൊന്നായി അണിനിരന്ന് ലഹരിക്കെതിരെയുള്ള പട്ടികരുക്കവുമായി ലഹരി വിമുക്ത ഉതിരമ്പൊയിൽ എന്ന സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ലഹരിക്കെതിരെ നാട്ടൊരുമ കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ലഹരി വിരുദ്ധ സന്ദേശ ബൈക്ക് റാലിയാണ് ഈ വഴിത്താരയെ ധന്യമാക്കിക്കൊണ്ട് കടന്നു വരുന്നത്. ആശീർവദിക്കുക, ഈ ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ അണിനിരക്കുക. പ്രിയമുള്ളവരെ, ലഹരിക്കെതിരായ നിജരാൻ പോരൂ യുവജനമേ, വേഗം നിങ്ങൾ ഇനി ലഹരിയിൽ തകരാതിടുവാനെന്നും സാന്ത്വനമായി സംബന്ധിച്ചിടത്തോളം വളരെ നാടിൻ്റെ ഐക്യത്തിന് വേണ്ടി അഭിമാനാർഹമായൊരു മുഹൂർത്തമാണ് ഇപ്പോൾ പിന്നിട്ട്. നമുക്കറിയാം, ഈ പരിപാടി വിജയിക്കണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചത് കൊണ്ടാണ് ആരും ആരെയും നിർബന്ധിക്കാതെ നൂറുകണക്കിന് ബൈക്കുകൾ ഈ തിരക്കിനിടയിലും ഈ ജാഥയിൽ അണിനിരന്നുകൊണ്ട് നമ്മുടെ മഹല്ലിൽ, നമ്മുടെ പ്രദേശത്ത് ലഹരിമുക്ത ഉതിരമ്പൊയിൽ എന്ന പദ്ധതി, ആ മുദ്രാവാക്യം പ്രാവർത്തികമാക്കണമെന്നുള്ള ഉത്തമ വിശ്വാസത്തോടു കൂടിയാണ്
നാടിന്റെ ഐക്യമാണ് ഇവിടെ നമ്മൾ കണ്ടത്. എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനക്കാരും, എല്ലാ മതവിഭാഗത്തിന്റെ ആളുകളും, എല്ലാ ക്ലബുകളും, യുവതയും വിദ്യാർത്ഥികളും ഒക്കെ അണിനിരന്ന ആവേശകരമായ ഒരു പരിപാടിയാണ് ഇവിടെ നടന്നത്. ഇത് നാടിന് വേണ്ടി നാം ചെയ്ത ത്യാഗം പോരുന്ന പ്രദേശത്ത് ലഹരി മാഫിയ കടന്ന് പിടിപെടുക്കാൻ ആ പ്രദേശം അനുവദിക്കുകയില്ല. നാട്ടൊരുമ കൂട്ടായ്മ ഇത് ഐതിഹാസികമായ ബൈക്ക് റാലി നടത്തിയിരിക്കുന്നു. അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം കൊണ്ട് നമുക്ക് വീണ്ടും കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. വളരെ ആലോചിച്ച് ഉത്തരവാദപ്പെട്ടവര് രേഖപ്പെടുത്തിയ കാര്യമാണ് നോട്ടീസിലൂടെ തുടർ പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യുമെന്ന് അറിയിച്ചത്. തീർച്ചയായും ചെയ്യും. ഈ ജാഥയിൽ അണിനിരുന്ന സമുദായങ്ങളുടെയും ജാഥയിൽ അണിനിരുന്ന രാഷ്ട്രീയക്കാരുടെയും ജാഥയിൽ അണിനിരുന്ന സന്നദ്ധ പ്രവർത്തകരുടെയും പിന്തുണയുണ്ടെങ്കിൽ നമ്മുടെ മക്കളെയെങ്കിലും വരും തലമുറയെങ്കിലും സംരക്ഷിച്ചെടുക്കുക എന്നുള്ള ഏറെ ബുദ്ധിമുട്ടും പ്രയാസവും അനുഭവിക്കുന്ന ഒരു രംഗത്ത് അതിനുള്ള ത്യാഗം അനുഷ്ഠിക്കുക എന്ന് തന്നെയാണ് ഈ ബൈക്ക് റാലിയുടെ സന്ദേശം. നിങ്ങൾക്കറിയാം, ഏത് രംഗത്തെടുത്ത് പരിശോധിച്ച് നോക്കിയാലും ഇന്ന് ലഹരി അതിൻ്റെ ഏറ്റവും മൂർത്തിഞ്ഞ അവസ്ഥയിലെത്തിയിരിക്കുകയാണ്. ആലോചിക്കേണ്ടത് നമ്മളെ മക്കളൊന്നും ഇതിലില്ല എന്ന് എത്രമാത്രം പറഞ്ഞു നമുക്ക് കഴുകി മുന്നോട്ട് പോകാൻ കഴിഞ്ഞുവെങ്കിൽ കൂടി നിങ്ങൾക്കറിയാം, ഒരു ഗ്രീക്ക് കഥയുണ്ട്. ആ കഥയിൽ പറയുന്നത് ഒരു യുവാവായ ഒരു ചെറുപ്പക്കാരൻ കോടതി വിധിക്കുകയാണ്. ആ ചെറുപ്പക്കാരന് കോടതി ആ ചെറുപ്പക്കാരന് തന്റെ ജീവിതം പോലും അവസാനിപ്പിക്കുന്ന വിധത്തിലുള്ള ഒരു വിധി കോടതി പ്രഖ്യാപിച്ചപ്പോൾ അവസാനമായിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ ആ ചെറുപ്പക്കാരോട് കോടതി ചോദിക്കുകയാണ്. എനിക്ക് എന്റെ അമ്മയോട് ഒരു സ്വകാര്യം പറയുവാനുണ്ട് എന്ന് മാത്രമാണ് ആ യുവാവ് പറഞ്ഞത്. ആ അമ്മയുടെ അടുത്ത് വിളിച്ചുകൊണ്ട് ആ യുവാവ് സ്വകാര്യം പറഞ്ഞപ്പോൾ ഒരു ആർത്ത നാദം മാത്രമാണ് ആ കോടതിയിൽ ആകെ കേട്ടത്. എല്ലാവരും അന്തമിട്ട് നിന്നു. എന്താണ് ആർത്തനാദം എന്ന് പറയുന്നത്? നിങ്ങൾക്കറിയാം, സ്വന്തം മകൻ സ്വന്തം മാതാവിന്റെ ചെവി കടിച്ചു മുറിച്ചുകൊണ്ട് പറയുകയാണ്, ഞാൻ ഒരുപാട് കുറ്റങ്ങൾ ചെയ്തു. ആ ചെറുപ്പകാലം മുതൽ ഞാൻ ചെയ്ത കുറ്റങ്ങൾക്കെല്ലാം നിങ്ങൾ പ്രോത്സാഹനം ചെയ്തു. ഒരു തവണയെങ്കിലും എന്റെ മോനെ നീ അതിലേക്ക് പോകരുത് എന്ന് ആ മോനോട് ആ അമ്മ ഒരിക്കൽ പോലും. വളരെ ശ്രമകരമായ ഒരു ദൗത്യത്തിന്റെ തുടക്കമാണ് നമ്മുടെ നാട് ഒറ്റക്കെട്ടായി മത, രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ ആളുകളെയും അണിനിരത്തിക്കൊണ്ട് നമ്മുടെ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി നമ്മൾ ഒത്തുചേർന്നതാണ്. ഈ ഒരു കൂട്ടായ്മ ആശാവഹമാണ്. ഇതൊരു ലഹരി വിരുദ്ധ കൂട്ടായ്മ എന്നതിലുപരി നാട്ടിൽ നടക്കുന്ന എല്ലാ അധർമ്മങ്ങൾക്കെതിരെയും ശബ്ദിക്കാൻ നാട്ടിൽ ആളുകളുണ്ട് എന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടെയാണ് അധർമ്മകാരികളായി മുന്നോട്ടു പോകുന്ന മുഴുവൻ ആളുകൾക്കും നൽകുന്ന ഒരു മെസ്സേജ്. ഏതു മതവിശ്വാസിയാണെങ്കിലും തൻ്റെ മതത്തിൻ്റെ തത്വസംഹിതകൾ അനുസരിച്ചു ജീവിക്കുവാൻ കടമപ്പെട്ടവരാണ് ഓരോരുത്തരും. മതങ്ങളെ നമ്മൾ പഠനം നടത്തുമ്പോൾ അധർമ്മങ്ങൾക്ക് കൂട്ടുനിൽക്കുന്ന ഒരു മതസംഹിതകളെയും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. വിശിഷ്യ പരിശുദ്ധ ഇസ്ലാം ഇതുപോലെയുള്ള ദുഷ്ചെയ്തികൾക്ക് 6-ാം നൂറ്റാണ്ടിൽ എല്ലാ അധർമ്മങ്ങളുടെയും കേളിരംഗമായിരുന്ന ആ ജനവിഭാഗത്തെ പരിശുദ്ധ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹ്രസ്വമായ 23 വർഷക്കാലത്തെ തന്റെ നിരന്തരമായ പ്രവർത്തനങ്ങളിലൂടെ മാറ്റിയെടുത്തു എന്ന് മാത്രമല്ല, വരും തലമുറയ്ക്ക് ആ സമൂഹത്തിൽ കൃത്യമായി പാഠമുണ്ട് എന്ന് പഠിപ്പിച്ചുകൊണ്ടാണ് പ്രവാചകൻ ലോകത്തോട് വിട ചോദിച്ചത്. ആദ്യകാലങ്ങളിൽ മദ്യപിക്കുന്നവരെ നമുക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നു. അവരുടെ വർത്തമാനത്തിലൂടെയും അവരുടെ കോപ്രായങ്ങളിലൂടെയും ഒക്കെ അതൊരു മദ്യപാനിയാണ് പോകുന്നത് എന്ന് നമുക്ക് ദൂരെ നിന്ന് നോക്കിയാൽ തന്നെ തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ ഇന്ന് ലഹരി ഉപയോഗിക്കുന്നവരെ കണ്ടാൽ തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയിലാണുള്ളത്. ഒരു വേള നമ്മളൊക്കെ, എന്റെ മക്കളൊക്കെ സുരക്ഷിതരാണ് എന്ന് പറയുമ്പോൾ പോലും നമ്മുടെ കൈപിടിച്ച് നടക്കുന്ന കൊച്ചുമക്കൾ പോലും ഇതിന്റെ അഡിക്റ്റുകളാണ് എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത വിധമാണ് ഇന്ന് മയക്കുമരുന്ന് നമുക്കിടയിൽ അതിവ്യാപനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രൈമറി തലങ്ങളിൽ മുതൽ ഇന്ന് കൊച്ചുമക്കൾ വരെ
ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നിടത്താണ് വർത്തമാനകാല സാഹചര്യമുള്ളത് എന്ന് കൃത്യമായി ഇതുമായി ഇടപെടുന്ന ഓരോരുത്തർക്കും മനസ്സിലാകുന്ന യാഥാർത്ഥ്യമാണ്. കാരണം ഇത് ഇന്ന് ഏറ്റവും കൂടുതൽ ഗ്രസിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഇതിന് ആളുകളെ കണ്ടെത്തുന്നത്, ഇതിന്റെ വിപണനത്തിന് വേണ്ടി ആളുകളെ കണ്ടെത്തുന്നത്, അതിന്റെ ഉപഭോക്താക്കളായി കണ്ടെത്തുന്നത് കൊച്ചു മനസ്സുകളെയാണ്. ആ മക്കൾക്ക് ഇത് കൈമാറുകയും അവരെ അതിന്റെ ഉപഭോക്താക്കളും അതുപോലെ തന്നെ വിതരണക്കാരുമാക്കി മാറ്റുന്നിടത്തേക്ക് ഇതിന്റെ മാഫിയ വളർന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ ഗൗരവത്തോടുകൂടെ ആലോചിക്കേണ്ടതുണ്ട്. കേരളം സാക്ഷര സുന്ദരം എന്നൊക്കെ നമ്മൾ പേരിട്ട് വിളിക്കപ്പെടും. അക്ഷരജ്ഞാനത്തിൽ മുന്നിൽ നിൽക്കുമ്പോഴും ഇതര സംസ്ഥാനങ്ങളെ അപേക്ഷിച്ചുകൊണ്ട് എന്തുകൊണ്ടും മുൻപന്തിയിൽ നിൽക്കുമ്പോൾ അതിനേക്കാൾ മുൻപന്തിയിലാണ് ഇതര സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ലഹരിയുടെയും മയക്കുമരുന്നിന്റെയും മദ്യത്തിന്റെയും ഒക്കെ കാര്യത്തിൽ, അതിന്റെ ഉപയോഗ കാര്യത്തിൽ കേരളം എന്നുള്ളത് തിരിച്ചറിയേണ്ട യാഥാർത്ഥ്യമാണ്. ഇത് നമ്മൾ തിരിച്ചറിയുമ്പോൾ കേവലം ഇങ്ങനെ ഒരുമിച്ചുകൂടി വർത്തമാനം പറയുന്നതിന് വേണ്ടി മാത്രമല്ല, ഇതുപോലെയുള്ള കാലോചിതമായ ഇടപെടലിലൂടെ ഓരോ നാടുകളിൽ നിന്നും അത് നിഷ്കാസനം ചെയ്യുവാനുള്ള കൂട്ടായ്മകൾ വളർന്നു വരേണ്ടതാണ്. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ പ്രദേശത്ത് ഇങ്ങനെ ഒരു ചിന്ത ഉദയം ചെയ്തത്. അതിന്റെ പിറകിലാണ് നമ്മളെല്ലാവരും അണിചേർന്നിട്ടുള്ളത്. ഇത് നമ്മളൊരു ദൗത്യം കൂടെയാണ്. നന്മ കാണുമ്പോ അതിനെ സപ്പോർട്ട് ചെയ്യുകയും തിന്മ കാണുമ്പോ അത് ഇല്ലായ്മ ചെയ്യുവാൻ വേണ്ടി സ്നേഹബുദ്ധിയ ഉപദേശിക്കുകയും അവരെ തിന്മയുടെ മേഖലയിൽ നിന്നും മാറ്റിയെടുക്കുവാനുള്ള ക്രിയാത്മകമായ ഇടപെടലുകൾ ഉണ്ടാവുകയും ചെയ്യേണ്ടത് ഒരു വിശ്വാസിയുടെ ബാധ്യതയാണ്. വിശ്വാസം ഉൾക്കൊള്ളുന്നവരാണല്ലോ മത ചിഹ്നങ്ങളെയും മത ആചാരങ്ങളെയും ഒക്കെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നവർ. നമ്മളൊക്കെ വ്യത്യസ്ത മതവിഭാഗത്തിൽ ഉൾപ്പെട്ടവരാണ്. എന്നാൽ ഓരോ മതത്തിന്റെയും വിശ്വാസ ആദർശ ധാര എന്ന് പറയുന്നത് ധർമ്മത്തിന്റെ മാർഗമാണ്. അധർമ്മത്തിന്റെ മാർഗം അവിടെ എവിടെയും ഇല്ല എന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. ധർമ്മത്തിന്റെ മേഖലയിൽ ഒത്തുചേർന്നുകൊണ്ട് വരും തലമുറയെ നല്ലൊരു ഭാവിയിലേക്ക് നയിക്കുവാനുള്ള ഒരു കൂട്ടായ്മയായി ഇത് പര്യവസാനിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ഒത്തുചേരലിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായി അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇതര മത സഹോദരങ്ങൾക്ക് വിജയാശംസകൾ. ഉദരംപൊഴിയിൽ നമ്മുടെ നാട് ചെയ്യുന്നത് ലോകത്ത് ഏത് നാടിനും മാതൃകയാക്കാവുന്ന പ്രവൃത്തിയാണ് എന്നുള്ളത് നിസ്സംശയം നമുക്ക് പ്രഖ്യാപിക്കാവുന്നതാണ്. നമ്മളൊരു കണക്ക് നോക്കുകയാണെങ്കിൽ ഏകദേശം 1000 കുടുംബങ്ങൾ, 5000-ത്തിനടുത്ത ആളുകൾ നമ്മുടെ ഈ ഒരു മഹലിൽ താമസിക്കുന്നുണ്ടെങ്കിൽ 100 താഴെ ആളുകൾ മാത്രമാണ് നമ്മൾ ലഹരി ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ലഹരിക്ക് അടിമയായി ഉണ്ടാവും. നമ്മളൊക്കെ ഒരു കണക്കെടുത്തു കഴിഞ്ഞാൽ മനസ്സിലാവും. അതായത് 1% താഴെ, കൃത്യമായി പറഞ്ഞാൽ 0.2%. ഈ ചെറിയ ശതമാനത്തെ തകർക്കാൻ ഇത്രയും ഭൂരിപക്ഷമായിട്ടുള്ള നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതിനുള്ള ശ്രമം തന്നെയാണ് നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നത്. നമ്മൾ മനസ്സിലാക്കിയതുപോലെ ഇതിന്റെ വിപത്ത് എന്ന് പറയുന്നത് നമുക്കറിയാം. ഇപ്പോ ആക്സിഡന്റുകൾ, ഒരുപാട് ആക്സിഡന്റുകൾ, ഇപ്പൊ രാത്രികളൊക്കെ നമുക്ക് കോളും കാര്യങ്ങളും വരുന്നതാണ്. പൊതുവെ ഇപ്പൊ മെഡിക്കൽ കോളേജിലൊക്കെ വർക്ക് ചെയ്യുന്ന നമ്മുടെ സുഹൃത്തുക്കളെ സംബന്ധിച്ചിടത്തോളം സാധാരണ ഈ ഫയൽ എഴുതിയ സമയത്ത് OH പോസ്റ്റ്, അതായത് ആൽക്കഹോൾ രക്തത്തിലുണ്ട് ആളുണ്ട് എന്നുണ്ടെങ്കിൽ ആ പേഷ്യന്റിനെ കാണുന്നതും സാധാരണ ഒരു പേഷ്യന്റിനെ കാണുന്നതും വ്യത്യാസമാണ്. കാരണം നല്ലോണം വെള്ളമടിച്ച് വീണ് നടന്നിട്ട് ആശുപത്രിക്ക് വരുമ്പോൾ ഒരുപാട് ആളുകളെ സർജറി ബാക്കിയൊക്കെ എല്ലും ബാക്കിയൊക്കെ കൂട്ടിച്ചേർക്കാണ്ടാവും. അതിന്റെ കൂടെ വെള്ളം അടിച്ചൊക്കെ എന്ത് ചെയ്യും, മെല്ലെ നേരം വെളുത്തിട്ട് ചെയ്താൽ മതി എന്നൊക്കെ വിചാരിച്ചിട്ട് മാറ്റി വെക്കുന്ന അവസ്ഥയുണ്ട്. ഇത് നമ്മൾ ആളുകളോട് പറയണം, നിരന്തരം പറയണം. ഒരിക്കലും നമ്മൾ എഴുതി തള്ളരുത്. നമ്മൾ അങ്ങനെ ആവാത്തത് വലിയ നമുക്ക് ലഭിച്ച ഭാഗ്യമാണ്. അപ്പോൾ സ്വാഭാവികമായും ഇത് ഉപയോഗിക്കുന്ന ആളുകൾ എന്ത് ചെയ്യണം, നമ്മൾ നിരന്തരം ഉപദേശിച്ചുകൊണ്ട് ഒരു കാരണവശാലും പൊതു ഇടത്തിൽ വെച്ച് അവഹേളിക്കുന്ന രൂപത്തിലുള്ള സംസാരം ഉണ്ടാകാൻ പാടില്ല. മറിച്ച് വളരെ പേഴ്സണലായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകളെ സ്വാധീനിക്കാൻ ചിലപ്പോൾ നമുക്ക് ഒരു മാറിന്റെ ബാക്ക് കൊണ്ടേ സംസാരിക്കേണ്ടി വരും. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇന്ന അപകടങ്ങളുണ്ട്. ഇതിന്റെ അപകടങ്ങൾ ഇവർക്ക് അറിയാനില്ല, മാറാൻ സാധിക്കാത്തത് കൊണ്ടാണ്. സ്വാഭാവികമായും നമ്മൾ നിരന്തരം ആവശ്യമായിട്ടുണ്ട്. ഞാൻ മൗലാന ഹോസ്പിറ്റലിന്റെ കീഴിൽ ഡി-അഡിക്ഷൻ സെന്റർ നടത്തുന്നുണ്ട്. ഇവിടെ ഒക്കെ ആളുകളായിട്ട് സംസാരിക്കുമ്പോൾ ഇത് തുടങ്ങിയ ഒരു സമയം ഉണ്ടാവും. അതാണ് നമ്മുടെ സങ്കടം. ഏത് പ്രായത്തിലുള്ള കുട്ടിയായിക്കോട്ടെ, ഇത് ആദ്യം തന്നെ അഡിക്റ്റ് ആയിട്ട് മാറുക. ഫസ്റ്റ് തുടങ്ങിയ ഒരു സംഭവം എനിക്ക് പൊതുവെ എല്ലാവരോടും ചോദിക്കുകയാണ്, എപ്പോഴാണ് അത് സ്റ്റാർട്ട് ചെയ്തെന്നുള്ളത്. അതിന് വരുമ്പോഴുള്ള സങ്കടം എന്ന് വെച്ച് കഴിഞ്ഞാല് അത് ആഘോഷങ്ങളുടെ മറവിൽ വരുന്നതാണ്, DJ പ്രോഗ്രാമുകൾക്ക് പോയി വരുന്നതാണ്.
ഒറ്റപ്പെട്ട യാത്രകൾ ചെയ്തു വരുന്നതാണ്. സ്വാഭാവികമായിട്ട് ഇതൊക്കെ തെറ്റാണെന്ന് നടത്തുന്നതല്ല, മറിച്ച് ഇങ്ങനെ സംഗതികൾക്ക് സ്ഥിരമായി പുറത്തു പോവുക, രാത്രി ഫുള്ള് ആഘോഷമാക്കി മാറ്റുക, അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം. രാത്രി എന്നുള്ളത് ഉറങ്ങാനുള്ളതാണ്, വിശ്രമിക്കാനുള്ളതാണ്. മനുഷ്യൻ അങ്ങനെയാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. രാത്രി ഒരിക്കലും നേരം വെളുക്കോളം ആഘോഷിക്കാനുള്ളതല്ല. സ്വാഭാവികമായി നമ്മളത് പറയുമ്പോൾ എന്ത് ചെയ്യും, ആളുകൾ കുറച്ചൊക്കെ എതിർപ്പുണ്ടെങ്കിൽ പിന്നെ അത് ശരിയായി വരും. മക്കളെ പേടിച്ച് മാതാപിതാക്കൾക്ക് ഉറങ്ങാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായതുപോലെ നാടിന്റെ സർവനാശങ്ങളുടെയും രാജ്യത്തിന്റെ ആത്മാവ് പോലും നഷ്ടപ്പെടുന്ന രീതിയിൽ മൊത്തത്തിൽ ലഹരിയുടെ ഒരു വലിയ കടന്നുകയറ്റം ഉണ്ടായി വരികയും അത് വ്യാപകമായ പ്രതിഷേധങ്ങൾക്കും സങ്കടങ്ങൾക്കും ദോഷങ്ങൾക്കും നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഓരോ ഉമ്മമാരും ഓരോ അമ്മമാരും പ്രസവിക്കുന്ന ഓരോ കുഞ്ഞുങ്ങളും വളരെ ശുദ്ധമായ പ്രകൃതിയിലാണ് ഈ ഭൂലോകത്തേക്ക് ജനിക്കുന്നത്. പിന്നെ എങ്ങനെയാണ് ഈ കുട്ടികൾ 10 or 20 ഒക്കെ പ്രായമാകുമ്പോൾ ഇങ്ങനെ മദ്യത്തിൻ്റെയും ലഹരിയുടെയും അടിമകളായി മാറുന്നത് എന്നുള്ളത് പരിശോധിക്കേണ്ടതുണ്ട്. അങ്ങനെ അത് അന്വേഷിച്ച് ചെല്ലുമ്പോൾ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതിൻ്റെ ഉത്തരവാദികൾ അതിൻ്റെ മാതാപിതാക്കളാണ്, കുടുംബമാണ്, സുഹൃത്തുക്കളാണ്, സമൂഹമാണ് എന്നുള്ളത്. ഇവിടെ ശക്തമായ ഒരു മാറ്റം വരുത്തുവാൻ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കുക എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട ഘടകം. ഏറ്റവും പ്രധാനപ്പെട്ടത് മാതാപിതാക്കൾ എങ്ങനെയാണ് കുഞ്ഞുങ്ങൾക്ക് തണലേകേണ്ടത്, എങ്ങനെയാണ് അവർക്ക് മാതൃക ആവേണ്ടത്, എങ്ങനെയാണ് അവരെ സ്നേഹത്തോടുകൂടി കൂട്ടിപ്പിടിക്കേണ്ടത് എന്നുള്ളത് കൃത്യമായ അവബോധം നമ്മുടെ ഓരോ ഉമ്മമാർക്കും ഓരോ രക്ഷിതാക്കൾക്കും ഉണ്ടായാൽ തീർച്ചയായിട്ടും ഈ ഒരു പ്രയാസത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുവാൻ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്നുള്ളത് സംശയമില്ല. ജാതിയുടെയോ മതത്തിൻ്റെയോ മറ്റേതെങ്കിലും വർണ്ണത്തിൻ്റെയോ ഒന്നും വ്യത്യാസങ്ങളില്ലാതെ ലഹരി എന്ന വിപത്ത് നമ്മുടെ നാടിൽ നിന്നും തുടച്ചു നീക്കി നമ്മുടെ നാടിലെ വരും തലമുറയെ ഒരു നല്ല സാഹോദര്യത്തോടു കൂടിയും സ്നേഹത്തോടു കൂടിയും പരസ്പരം സഹകരണത്തോടു കൂടിയും വളർത്തുന്ന ഒരു സമൂഹത്തെ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനമാണ് ഇന്ന് നമ്മൾ നടത്തിയിട്ടുള്ളത്. ഗാന്ധിജി മൈ ലൈഫ് ഈസ് മൈ മെസ്സേജ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം. നമുക്ക് ഓരോരുത്തർക്കും ചെയ്യാവുന്ന ഒരു എളിയ പ്രവർത്തനം കൂടിയാണ്. ഞാൻ മദ്യപിക്കില്ല, ഞാൻ പുകവലിക്കില്ല എന്ന ഒരു സന്ദേശം നമ്മളുടെ സന്ദേശമായിട്ട് നമുക്ക് ഇത്തരത്തിലുള്ള ഇന്നത്തെ ഈ വേദിയിൽ നമുക്ക് മാറ്റിയെടുക്കാൻ വേണ്ടി സാധിക്കും. ഇങ്ങനെ നല്ല പ്രവർത്തനങ്ങളോടുകൂടി മദ്യം ഏറ്റവും വലിയ വിപത്ത് തന്നെയാണ്. നമുക്കറിയാം, വൈലോപ്പിള്ളിയുടെ ഒരു കവിതയിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഒരു വീട്ടിൽ വൈകുന്നേരത്ത് ഭർത്താവ് മദ്യപിച്ച് വീട്ടിലേക്ക് വരുമ്പോ ഭാര്യ വീട്ടിൽ കഞ്ഞിയാണ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. അപ്പോ കഞ്ഞി ഭർത്താവിന്റെ മുന്നിലേക്ക് കൊടുക്കുമ്പോ ഈ ഭാര്യയോട് മദ്യപിച്ചു വന്ന ഭർത്താവ് പറയുന്നുണ്ട്, തേവിടിശി നീ എന്തിനെനിക്ക് കഞ്ഞി ദേവി വെച്ചു, ചോറെനിക്കില്ലേ. നമ്മുടെ ആ വീടിന്റെ അകത്തളത്തിൽ ചോറ് വെക്കാനുള്ളതും മറ്റു കറി വെക്കാനുള്ളതും കൊണ്ടുവരേണ്ട, അല്ലെങ്കിൽ ഈ സ്ത്രീയെ സഹായിക്കേണ്ട ഒരു വ്യക്തിയാണ് വന്നിട്ട് ചോദിക്കുന്നത്, തേവിടിശി നീ എന്തിനെനിക്ക് കഞ്ഞി ദേവി വെച്ചു. അപ്പോ മനുഷ്യനല്ലാതായിട്ട് ഈ ഇത്തരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നവരെല്ലാം മാറിക്കൊണ്ടിരിക്കുമ്പോൾ അതിനെ ഇപ്പൊ നേരത്തെ നസീഫൊക്കെ സൂചിപ്പിച്ചതുപോലെ തന്നെ അവരോട് നല്ല രീതിയിൽ സംസാരിച്ച് ഈ സമൂഹത്തിന്റെ ഭാഗമാക്കി അവരെ നമുക്ക് മാറ്റണം. ഉതിരമ്പുഴയിൽ ലഹരി വിരുദ്ധ കൂട്ടായ്മ ഇന്ന് നടത്തിയ ബൈക്ക് റാലിയിലും അതുപോലെ തന്നെ ഈ ചടങ്ങിലുമൊക്കെ പങ്കെടുത്ത എല്ലാവരെയും ആദ്യമായി ഈ കമ്മിറ്റിക്ക് വേണ്ടി അഭിനന്ദിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ
വളർന്നു വരുന്ന വിദ്യാർത്ഥികളെ, പ്രത്യേകിച്ച് നമ്മുടെ ഈ സമൂഹത്തെയൊക്കെ ചുറ്റിപ്പിടിച്ചുകൊണ്ടിരിക്കുന്ന പുത്തൻ ഉൽപ്പന്നങ്ങളും പുതിയ മാർഗങ്ങളുമായി മരണത്തിൻ്റെ വ്യാപാരികളായി ഇറങ്ങി തിരിച്ച ഈ ലഹരി മാഫിയെ പിടിച്ചുകെട്ടാൻ ഈ കൂട്ടായ്മയിലൂടെ നമുക്ക് സാധിക്കട്ടെ എന്നും ഉതിരമ്പൂർ പ്രദേശത്തെ ലഹരി മുക്തമാക്കാൻ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഐക്യത്തോടു കൂടി മുന്നേറാൻ സാധിക്കട്ടെ എന്നും ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ചടങ്ങിലെത്തിച്ചേർന്ന എല്ലാവരെയും, പ്രത്യേകിച്ച് ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത ബഹുമാന്യനായ ഉസ്താദ് മുഹമ്മദ് ഫൈസി അവർകളെയും, പ്രിയപ്പെട്ട നസീഫ്, നാസർ, ജയദീപ്, അലവിക്കുട്ടി മാസ്റ്റർ, നാസർ സലാഹി തുടങ്ങി ഇവിടെയുള്ള എല്ലാവർക്കും അഗൈതവമായ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ ചടങ്ങ് അവസാനിപ്പിക്കുന്നു.